ഞാൻ പറഞ്ഞു അമ്മച്ചിയുടെ പാർട്ടിയൊന്നും ബാധയില്ല, അമ്മച്ചിയുടെ പ്രശ്നം പറയാന്ന് പറഞ്ഞു. എനിക്ക് അവിടെ നിന്ന് റേഷൻ ഞാൻ തീർച്ചയായിട്ടും കിട്ടേണ്ടതല്ലേ. അപ്പോൾ ഒരു പത്രത്തിൽ വന്ന് വാർത്ത ഞാൻ വായിച്ചു. അപ്പൊ അതിന്റെ ഒരു മറുവശമുണ്ട്. എന്താണ്? അപ്പൊ മറിയക്കുട്ടി അമ്മച്ചി പോയ സമയത്ത് സെർവർ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോ മറിയക്കുട്ടി അമ്മച്ചിക്ക് മാത്രമാണ് അന്ന് റേഷൻ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതേസമയം മറിയക്കുട്ടി അമ്മച്ചി പോയ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഈ സെർവർ പ്രശ്നം കൊണ്ട് റേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് മറിയക്കുട്ടി അമ്മച്ചിയുടെ മാത്രം പ്രശ്നമല്ല, വാർത്തയിൽ അതുകൂടി ഒന്ന് നമ്മൾ കവർ ചെയ്യണ്ടേ. അപ്പോ നമ്മള് സുതാര്യതയും സത്യസന്ധതയും നമ്മുടെ എല്ലാവർക്കും, അത് ഞാൻ നേരത്തെ പറഞ്ഞ 4 പില്ലറിനും ഒരുപോലെ ബാധകമാണ്. ഉദ്യോഗസ്ഥർക്ക് 100% ബാധകമാണ്. മനസ്സിലായില്ലേ? അവര് മോർ പെയ്ഡ് ആണ്, എല്ലാ സൗകര്യങ്ങളും. ഞാൻ ഉദ്യോഗസ്ഥരോട് പറയുന്ന, ഞാൻ എൻ്റെ കൂടെ സഹപ്രവർത്തകരോട് ഞാൻ ആദ്യം പറയുന്ന കാര്യം എൻജോയ് യുവർ വർക്ക് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ എല്ലാ ജോലി ആസ്വദിച്ച് ജോലി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ 10 മണിക്ക് മുന്നേ ഓഫീസിൽ വന്നാലും ടെൻഷൻ ഉണ്ടാവില്ല, 6 മണിയായാലും ടെൻഷൻ ഉണ്ടാവില്ല. ആസ്വദിച്ച് നമ്മളല്ലേ നമ്മൾ ആസ്വാദനം സന്തോഷകരമായിട്ട് പത്രപ്രവർത്തകരെ സംബന്ധിച്ച് ഞാൻ കാണാറുണ്ട്. അവർ മിക്കവരും എന്തൊന്നും ആൾമോസ്റ്റ് 100 തന്നെയാണെന്ന് പറയാം. അവരാ മേഖലയിലേക്ക് താല്പര്യം കൊണ്ട് വരുന്നവരായിട്ടാണ് എനിക്ക് ബോധ്യം വന്നിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ഒരുപാട് ജോലി സാധ്യതയുടെ ഇടയിൽ ഈ താല്പര്യം കൊണ്ട് വരുന്നതാണ്. അവരുടെ സൃഷ്ടികളിലെല്ലാം അത് കാണുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ വാർത്തകളൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് അതർ സൈഡിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ. എനിക്ക് അനുഭവമുള്ളോട്ടാണ് വന്നത്. അല്ലെ, ഓക്കിയിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ ഒക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തെ ഓക്കി മാത്രമല്ല, സുനാമിയുള്ള സമയത്തല്ല ഉദ്യോഗസ്ഥരുടെ ഒരു നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ആരെയും വിമർശിക്കാം, പക്ഷെ ഞാൻ എപ്പോഴും പല മീറ്റിങ്ങിലും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ അവിടെ US ട്വിൻ ടവേഴ്സ് മറ്റേ ബില്ലാദിന്റെ ആൾക്കാർ പിന്നെ ഒരു എയറോപ്ലെയിൻ വെച്ച് ബ്ലാസ്റ്റ് ചെയ്ത സമയത്ത് 67ഓളം ഫയർഫോഴ്സ് പേഴ്സണല്ലേ അകത്തോട്ട് പോകുന്നത് നമ്മുടെ TV-യിൽ വന്നതാണ്. അകത്തോട്ട് പോകുമ്പോഴും TV-യിൽ വന്നതാണ്. ആ അകത്തോട്ട് കയറുന്ന സമയത്ത് ഒരാൾ പോലും പോയത് ഒരാൾ പോലും തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ അവർ ഒരുപാട് ആൾക്കാരെ റെസ്ക്യൂ ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാരെ റെസ്ക്യൂ ചെയ്തു. പക്ഷെ അവരാ പോകുന്ന ആർജവെന്ന് കാണണം. ആ പോകുന്ന ആൾക്ക് മിക്കവാറും ധാരണ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആരും തിരിച്ചു വരുന്നുള്ളൊരു ധാരണ ഉണ്ടാവില്ല. ഇതാണ് ഒരു ക്രൈസിസിൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു മിഷണറി മെക്കാനിസത്തിന്റെ ഒക്കെ ഒരു ഫങ്ഷനിങ് എന്ന് പറഞ്ഞാല് അത് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ആയാലും നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ നമ്മൾ മറക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ നമുക്ക് നോക്കൂ, ഇന്ന് കേരളത്തിലെ പൊളിറ്റിക്കൽ സിസ്റ്റം, ഞാൻ മറ്റു സ്റ്റേറ്റിന്റെ കാര്യം പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും ആക്സസ് ഉണ്ട് ഇല്ലേ? ഒരു മീഡിയ നമുക്ക് നമ്മുടെ ഏത് പൊളിറ്റിക്കൽ ഫംഗ്ഷൻ, ഒരു വാർഡ് മെമ്പർ തൊട്ട് മന്ത്രി വരെ നമുക്ക് ആക്സസ് ഉണ്ട്. ഉദ്യോഗസ്ഥർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. മറ്റു പല സംസ്ഥാനങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്കൊന്നും ഒരു ലെവലിൽ മുകളിൽ താഴെയുള്ള ഉദ്യോഗസ്ഥർക്കൊന്നും നമുക്ക് ഇവിടെ ആക്സസ് ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരു ആക്സസ് ഉണ്ട്. അതിന്റെ ടോളറൻസ് അവർ കാണിക്കുന്നുണ്ട്, എല്ലാവരും ടോളറൻസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴും എനിക്ക് സന്തോഷം അതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ, ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല.